ജീവിച്ചിരുന്ന സമയത്തേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം ഇന്നും ഭയപ്പെടുന്നതായും അതുകൊണ്ടാണ് മരണമടഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നതെന്നും എം.എൽ.എ. ചാണ്ടി ഉമ്മൻ. പിറവം നഗരസഭയിലെ ഇടതുപക്ഷ മുന്നണിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രവുമായി പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പിറവം മണ്ഡലത്തിൽ നടന്നുവന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ സമാപന സമ്മേളനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. പിറവം നഗരസഭയിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രവുമായി പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്രയ്ക്ക് തുടക്കമായി. മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ 28 ഡിവിഷനുകളിലായി 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം എം.എൽ.എ. ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു. കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനം നടത്തിയാൽ ഇത് നമ്മുടെ ശക്തി കേന്ദ്രമാണ്. എറണാകുളം എന്നുള്ളത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. പൊന്നാപുരം കോട്ടയാണ്. ഈ കോട്ടയിൽ എവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ചില മണ്ഡലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് നികത്തി എല്ലാ സീറ്റും ജയിക്കുന്ന വിധം കഴിഞ്ഞ ഏറ്റവും മോശമായ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് മികച്ച വിജയം നേടാൻ സാധിച്ച ചുരുക്കം ജില്ലകളിലൊന്ന് ഈ എറണാകുളം. നിങ്ങളാണ് ഇനി നമ്മുടെ രണ്ടാം വരവ് ഉറപ്പിക്കേണ്ടത്. ജീവിച്ചിരുന്ന സമയത്തേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം ഇന്നും ഭയപ്പെടുന്നതായും അതുകൊണ്ടാണ് മരണമടഞ്ഞ 2 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നതെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ചടങ്ങിൽ പിറവം മണ്ഡലത്തിൽ നടന്നുവന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ സമാപന സമ്മേളനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ 17ാമത് കുടുംബ സംഗമം നടക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ പിറവം മുനിസിപ്പാലിറ്റി തിരികെ പിടിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ഈ 27 വാർഡുകളിലും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഒരു ജനസമ്പർക്ക പരിപാടി കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. പദയാത്രയായിട്ടാണ് ആ സങ്കല്പ പരിപാടി നടത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണാനില്ലാത്ത ഉടുക്കാനില്ലാത്ത ഒരു മുട്ടുസൂചി പോലും ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത രാജ്യമായിരുന്നു ഇന്ത്യ 1947 കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പഞ്ചവത്സര പദ്ധതികളിലൂടെ ഹരിത വിപ്ലവത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് പട്ടിണി പാവങ്ങളെ നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം മുന്നോട്ട് നീങ്ങിയ ആവേശകരമായ മുഹൂർത്തങ്ങൾ എന്നെ കേൾക്കുന്ന മുതിർന്ന ആളുകൾ ഓർക്കുന്നുണ്ടാകും. DCC ഭാരവാഹികളായ KR പ്രദീപ് കുമാർ, വിൽസൺ K ജോൺ, ഉല്ലാസ് തോമസ്, ജോസഫ് ആന്റണി, നേതാക്കളായ KV മാത്യു കാരിത്തടത്തിൽ, തോമസ് മല്ലിപ്പുറം, അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ്, പ്രിൻസ് പോൾ ജോൺ, ശ്രീകാന്ത് നന്ദനൻ, സുബിൻ മാത്യു, ജെയിംസ് കുറ്റിക്കോട്ടയിൽ, PV തോമസ് പുളിക്കൽ, പൗലോസ് പറമ്പാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇവിടെ കോൺഗ്രസ് നഷ്ടപ്പെട്ടപ്പോൾ, കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറിയപ്പോൾ സംഭവിക്കുന്ന വീഴ്ചകളാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പിറവം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.